ഹലോ, അസ്സാം വലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖല്ലേ? റാഹത്തല്ലേ? ഇപ്പോൾ സമയം 5:40. ഇന്ന് എഴുന്നേൽക്കാൻ ഇത്തിരി വൈകി കേട്ടോ. നേരത്തെ എണീക്കാറുണ്ട് ഇതിനേക്കാളും. ജോലിയുണ്ട്, ജോലിക്ക് പോകേണ്ട കാരണം നേരത്തെ എഴുന്നേറ്റില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞങ്ങൾ മുകളിലാണ് കിടക്കുന്നത്. മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വരികയാണ് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു രാത്രി. ഇപ്പോൾ മഴ ഇത്തിരി നിന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ഫ്രഷായി നിസ്കരിച്ച് വേഗം അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കള തുറന്നു. ആദ്യം തന്നെ ഉപ്പാക്ക് ചായ വെക്കുകയാണ്. ഉപ്പ നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഉപ്പാക്ക് ചായ വേണം അപ്പം തന്നെ. അപ്പോൾ ഉപ്പാടെ ചായ ഇതാ തിളച്ചുകൊണ്ടിരിക്കണു. അതിൻ്റെ ഇടയിൽ ഞാൻ തീയൊന്ന് പൂട്ടാൻ പോയി. തീ പൂട്ടി. ചായ തിളയ്ക്കുമ്പോഴേക്കും തീ പൂട്ടി വേഗം അരി അടുപ്പത്തിട്ട് ഉപ്പാക്ക് ചായ കപ്പിലാക്കി അതവിടെ ഉമ്മർത്ത് ഉപ്പ ഇരിക്കുന്നുണ്ടാവും. അവിടെ കൊണ്ടു കൊടുത്തു. അരി തിളച്ചു. ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. തലേദിവസം ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന് ബാക്കിയുണ്ടെങ്കിൽ നാളെ ദോശയ്ക്കും എടുക്കാമല്ലോ. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ ഇന്നലെ തലേദിവസം രാത്രി ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചട്നിയും ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറും ചട്നിയാണ് ഇവിടെ ഇഷ്ടം. ഉപ്പാക്കും ഇഷ്ടമാണ്. മക്കൾക്ക് ചട്നി മാത്രമാണ് ഇഷ്ടം. ഇപ്പോൾ ഇതാ ഇഡ്ഡലി ഒരു തട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഉണ്ടാക്കാം. ചട്നിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആക്കി ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അവർ ചായ കുടിക്കാനായിട്ട് മേശയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ചായയൊക്കെ കുടിച്ചു. ഇഡ്ഡലി 2 ട്രിപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞു. ചായപ്പണി കഴിഞ്ഞു. ഇനി ഉപ്പേരി ഗോവയ്ക്ക തലേദിവസം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകും. മൂത്താൾ കൊണ്ടുപോവില്ല. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ചോറ് കൊണ്ടുപോകും. സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും, എന്നാലും അവരത് മേടിക്കില്ല. അപ്പോൾ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോകാനായിട്ട്. ഇഷ്ടമാണ് അവർക്ക്. ഏത് ഉപ്പേരി ആയാലും ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ പാത്രത്തിലാക്കി പാത്രമൊക്കെ കഴുകി തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം പാത്രത്തിലാക്കി കൊടുത്തു. അമ്പഴങ്ങ ഇഷ്ടമാണ്. അപ്പോൾ അമ്പഴങ്ങ ഉപ്പിലിട്ടത് എല്ലാവർക്കും 3 ആൾക്കും ആക്കി കൊടുത്തു. ഉപ്പേരി പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു. മൂത്താൾ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല. അവൾക്ക് അവിടുത്തെ ചോറാണ് ഇഷ്ടം. അത് കാരണം അവൾക്ക് ഉപ്പേരി മാത്രം ആക്കിയാൽ മതി. ഈ 2 അമ്പഴങ്ങയുള്ളത് ഒന്ന് ഫ്രണ്ട്സിനാണ് കേട്ടോ. ഒരെണ്ണം മാത്രമേ അവർ കഴിക്കുള്ളൂ. അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സിന് അവർ ഒരെണ്ണം കൂടുതൽ വെക്കുന്നതാണ്. രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും ചോറ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോവുക. അപ്പോൾ അതൊക്കെ ആക്കി സെറ്റാക്കി കൊടുത്തു. ചെറിയ 2 മക്കൾക്കും ചോറാക്കി വീട്ടിൽ നിന്ന് അവർ ചോറാക്കിയിട്ടിട്ട് അമ്പഴങ്ങ വെച്ച് കൊടുത്തു. അവർക്കും ഇതുപോലെ തന്നെ ഉപ്പേരി ആക്കി കൊടുത്തു. ഇത്ര അധികമൊന്നും കഴിക്കില്ല. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുന്നതാണ് അവർക്ക്. ഇഷ്ടമാണ് അവർക്കത് ഷെയർ ചെയ്യാനായിട്ട്. എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇനി അവർക്ക് ടൗല് കെട്ടി കൊടുക്കണം. 3 ആൾക്കും ടൗല് കെട്ടി കൊടുത്തു. അത് നിർബന്ധമാണ് സ്കൂളിൽ. അപ്പോൾ അത് റെഡിയായി. കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു. അതൊക്കെ ആയി. എല്ലാം സെറ്റാക്കി. ഇനി അവർക്ക് മുടി കെട്ടി കൊടുക്കണം. മൂത്താൾ തന്നെ മുടി കെട്ടും. അവളുടെ കാര്യം നോക്കണ്ട. ബാക്കിയുള്ളവരെ 2 ആളുടെ കാര്യങ്ങളും നോക്കണം. മുടി കെട്ടണം. യൂണിഫോമൊക്കെ തനിയെ ഇടും. എന്നിട്ട് മുടിയൊക്കെ അവർക്ക് കെട്ടി കൊടുക്കണം. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അവരതിനുള്ളതായിട്ടില്ല. രണ്ടാമത്തെ ആൾ 5ാം ക്ലാസ്സിലേക്ക് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത്. താഴെയുള്ള ആൾ 4ലാണ്. അവർ തമ്മിൽ 1.5 വയസ്സിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾ തന്നെയാണ്. മൂത്താൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവളായി. എനിക്കൊരു ജോലിയുണ്ട്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ് LPയിൽ. എൻ്റെ സ്കൂളിലാണ് എൻ്റെ താഴെയുള്ള മോള് പഠിക്കണത്. അപ്പോൾ അവൾക്ക് മുടി കെട്ടി കൊടുക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾക്കും ഞാൻ തന്നെയാണ് മുടിയൊക്കെ കെട്ടി കൊടുക്കാറ്. താഴെയുള്ള ആളുടെ മുടി കെട്ടൽ കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ വന്നു. ഇവൾക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞു. ഇന്ന് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്കൂളിലാണ് തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ മുടിയാണ് ഞാൻ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അവളുടെ മുടി കെട്ടി കൊടുക്കലും കഴിഞ്ഞു. സെറ്റായി. 4 പേരും പോകാനായിട്ട് റെഡിയായി. ഞങ്ങൾ റെഡിയായി ഒക്കെ ഇരിക്കുകയാണ്. 8 ഒക്കെ കഴിഞ്ഞു കേട്ടോ. 8:45 വണ്ടി വരിക. 3 ആളും വണ്ടി കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജോലിക്ക് പോവാണ്. ഓക്കെ, ടാറ്റ, താങ്ക് യു.